നിങ്ങൾ റോക്കറ്റ് വിക്ഷേപിക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതിൽ ഓരോ നിശ്ചിത ദൂരം പിന്നിടുമ്പോഴും ആ റോക്കറ്റ് അതിൻ്റെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ ഉപേക്ഷിച്ചു കൊണ്ടിരിക്കും. അത് അതിൻ്റെ മുന്നോട്ടുള്ള യാത്ര എളുപ്പമാവാൻ വേണ്ടിയാണ്. അതുപോലെ നമ്മൾ വിജയിക്കണമെന്ന്, മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മളെ കൂടെയുള്ള, നമ്മൾ ഇഷ്ടത്തോടെ കൊണ്ടു നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ പാതി വഴിയിൽ മുന്നോട്ടുള്ള യാത്രയിൽ ഉപേക്ഷിക്കേണ്ടി വരും. ഒരുപക്ഷെ നല്ല കൂട്ടുകാരായിരിക്കും, അല്ലെങ്കിൽ മറ്റു ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങളായിരിക്കും. ഈ കൂട്ടുകാരെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവരോട് സംസാരിക്കാതിരിക്കുക, അവരെ മാറ്റി നിർത്തുക, അവരോട് പിണങ്ങി നടക്കുക എന്നൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ തടസ്സമാകുന്ന രീതിയിലുള്ള അവരുടെ കൂട്ടുകെട്ട്, അവരുടെ സൗഹൃദം നിലനിർത്തണം. പക്ഷെ കൂടുതൽ സമയം അവരോട് കൂടെ ചെലവഴിക്കുന്നത്, അവരുടെ കൂടെ വെറുതെ അനാവശ്യമായിട്ട് കറങ്ങി നടക്കുന്നത് എന്നീ കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കണം. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളും ഒരുപാട് സമയം സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുക, ഇങ്ങനത്തെ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഉപേക്ഷിച്ചാലേ നമുക്ക് മുന്നോട്ടുള്ള യാത്ര എളുപ്പമാവുകയുള്ളൂ. അതോടൊപ്പം തന്നെ ചില സമയങ്ങളിൽ ചില സ്ഥലങ്ങൾ നമുക്ക് വിജയിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അവിടെ നിന്നാൽ നമുക്ക് വിജയിക്കില്ല, നമ്മൾ ആ ലെവലിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു സ്ഥലം, ഒരു സന്ദർഭം നമുക്കുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ജീവിച്ചു. മക്കയിലായിരുന്നു ഏകദേശം 53 വർഷക്കാലം ജീവിച്ച്. അവിടെ ഇസ്ലാമിൻ്റെ പുരോഗതിക്ക്, ഇസ്ലാമിൻ്റെ വ്യാപനത്തിന്, ഇസ്ലാമിക പ്രബോധനത്തിന് തടസ്സം നിന്നപ്പോഴാണ് പ്രവാചകൻ അവിടെ നിന്ന് മാറിയിട്ട് മദീനയിലേക്ക് പോയത്. ആ ഒരു തിയറി നമ്മളും പിൻപറ്റണം. അത് വലിയൊരു ഫിലോസഫിയാണ്. എല്ലായിടത്തും എല്ലാവർക്കും, എല്ലാ മരങ്ങൾക്കും, എല്ലാ ചെടികൾക്കും, എല്ലാ മണ്ണിലും വളരാൻ സാധിക്കില്ല. അപ്പോൾ ഓരോ ചെടികളും ഓരോ മരങ്ങളും അതിനനുയോജ്യമായ കൃഷിയിടത്തിലാണ്, മണ്ണിലാണ് നമ്മൾ വിത്ത് നടേണ്ടതും മുളപ്പിക്കേണ്ടതും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതും. ഒരു അനുയോജ്യമല്ലാത്തൊരു മണ്ണിൽ കൃഷി നട്ടിട്ട് അതിന് നല്ല വളം ഇട്ട് കൊടുത്തു, വെള്ളം ഇട്ട് കൊടുത്തു, കാര്യം ഉണ്ടാവില്ല, അതിന് വളർച്ച ഉണ്ടാവില്ല, അത് പുഷ്പിക്കൂല. അതുപോലെ നമ്മൾ സ്ഥലത്ത് നിൽക്കുകയാണ്, അവിടെ നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ, അതിന് നമുക്ക് പ്രതിരോധിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ സ്ഥലത്ത് നിന്ന് നമ്മൾ മാറണം. എന്നിട്ട് നമ്മുടെ വളർച്ചയ്ക്ക് മുന്നോട്ടുള്ള കുതിപ്പിന് കരുത്തേകണം. പ്രവാചകന്റെ ചരിത്രത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 40-ാം വയസ്സിൽ പ്രവാചകനായി 53 വർഷം, ഏകദേശം 13 വർഷക്കാലം മക്കയിൽ താമസിച്ചു. 10 വർഷക്കാലാണ് മദീനയിൽ താമസിച്ചത്. ഈ 13 വർഷത്തിനേക്കാൾ ഇരട്ടി വിജയങ്ങളും പ്രബോധനങ്ങളും ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ വ്യാപനമൊക്കെ ഈ 10 വർഷക്കാലം കൊണ്ട് നടന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് വളർച്ച നിന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ തീർച്ചയായിട്ടും മാറണം. ഒന്ന്, ചില കാര്യങ്ങൾ നമ്മൾ മാറ്റി നിർത്തണം. രണ്ടാമത്, തടസ്സം നിൽക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ മാറണം. ഇങ്ങനെ നമ്മളെ വിജയത്തിലുള്ള യാത്ര മുന്നോട്ട് അതിവേഗം ബഹുദൂരം മുന്നോട്ട് കുതിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.